വിക്രമാദിത്യ ചരിത്രത്തിൽ വേതാളം പറഞ്ഞ 24 കഥകളിൽ 12ാമത്തേത് പ്രതാപചന്ദ്രൻ. അടുത്ത തവണയും വിക്രമാദിത്യനോട് വേതാളം പുതിയ കഥ ആരംഭിച്ചു. പ്രതാപശാലിയായ ഒരു രാജാവിൻ്റെ മന്ത്രി സത്തമനായിരുന്നു പ്രതാപചന്ദ്രൻ എന്ന മഹാമനസ്കൻ. ലീലാലോലനായ യുവരാജാവ് രാജ്യകാര്യങ്ങൾ മന്ത്രിയെ ഏൽപ്പിച്ച് സ്വപത്നിമാരൊത്ത് സുഖിച്ചു വാണു. മന്ത്രി നാടുവാഴവേ അയാൾ രാജാവിനെ തുരത്തിക്കളയുവാൻ ശ്രമിക്കുന്നുവെന്ന് ഒരു അപവാദം പരന്നു. ദുഷ്കീർത്തിയുണ്ടാക്കുന്ന കിംവദന്തി കേട്ട് നിസ്വാർത്ഥ സേവകനായ പ്രതാപചന്ദ്രൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് ദേശാടനത്തിനു പോയി. അയാൾ മറ്റൊരു നഗരത്തിൽ ചെന്ന് ഒരു വ്യാപാരിയുടെ കൂടെ താമസിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം രണ്ടുപേരും ഒരുമിച്ച് കപ്പൽ യാത്ര ചെയ്തു വരവേ കൊടുങ്കാറ്റിൽപ്പെട്ട് മറ്റൊരു കരയിലെടുത്തു. അവിടെ വിജനമായ ഒരു ക്ഷേത്രവും അതിനരികിൽ നിദ്രാവശതയാർന്ന അതിസുന്ദരിയായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. താരുണ്യവും ലാവണ്യവും വഴിഞ്ഞൊഴുകുന്ന ഒരു മനോഹര യുവതി. പ്രതാപചന്ദ്രനും വ്യാപാരിയും കപ്പൽ കയറി മടങ്ങി സ്വന്തം നാട്ടിൽ എത്തിച്ചേരുകയും രാജാവിനെ കണ്ട് അതുവരെ സംഭവിച്ചതെല്ലാം ഒന്നൊഴിയാതെ വിവരിക്കുകയും ചെയ്തു. സ്ത്രീലമ്പടനായ രാജാവ് അമ്പല പരിസരത്തെ മരത്തണലിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീയെപ്പറ്റി കേട്ട് അവളെ കാണണമെന്ന ആവേശത്തോടെ മന്ത്രിയെ കൂട്ടി അങ്ങോട്ട് യാത്ര തിരിച്ചു. അവളെ ദർശിച്ച മാത്രയിൽ രാജാവ് കാമപരവശനായി തീർന്നു. രാജാവിൻ്റെ ഇംഗിതം മനസ്സിലായപ്പോൾ ആ സ്ത്രീ തൻ്റെ വ്രതം തീർക്കാനെന്നും പറഞ്ഞ് അടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങി. പെട്ടെന്ന് ഭീമാകാരമായ ഒരു മത്സ്യം അവളെ വിഴുങ്ങിക്കളഞ്ഞു. അത് കണ്ട് രാജാവ് മത്സ്യത്തെ കൊന്ന് അവളെ രക്ഷിച്ചു. അവളൊരു ദേവകന്യകയായിരുന്നു. ഒരു ദിവസം എന്തോ കാരണത്താൽ അച്ഛൻ കോപിച്ച് അവളെ മത്സ്യം വിഴുങ്ങട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ഒരു രാജാവ് വന്ന് രക്ഷിക്കുമെന്ന് ശാപമോക്ഷവും നൽകി. അവൾ ഈ കഥകൾ രാജാവിനോട് പറഞ്ഞു. അതിനുശേഷം രാജാവ് ആ ദേവകന്യകയെ വിവാഹം കഴിച്ചു. ഈ വിവരമറിഞ്ഞ പ്രതാപചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. വേതാളത്തിൻ്റെ ചോദ്യം: മന്ത്രി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ്? താൻ കാണുകയും ആശിക്കുകയും ചെയ്ത സ്ത്രീയെ രാജാവ് വിവാഹം ചെയ്യുകയാലാണ് മന്ത്രി മരിച്ചത്. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞതോടെ വേതാളം കെട്ടഴിഞ്ഞുപോയി മുരുക്കുമരത്തിൽ കയറി.